ഇന്ത്യൻ തത്വചിന്തകരിൽ പ്രധാനിയാണ് കൗടില്യൻ എന്നറിയപ്പെടുന്ന ചാണക്യൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ശ്രേഷ്ഠങ്ങളാണ്. വളരെയധികം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ജീവിത വിജയത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഒരു പ്രവൃത്തി നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് ആസ്ക് 3 ക്വസ്റ്റ്യൻസ്, 3 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. അതായത് ഒരു പ്രൊജക്റ്റ് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അതിന് 3 ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കുക. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ പേർപ്പസ്? അതായത് വൈ ആം ഐ സ്റ്റാർട്ടിങ് ദിസ്? ഞാനിത് എന്തിനാ തുടങ്ങുന്നത്? ഇത് തുടങ്ങിയതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ് എങ്കിൽ അതിന് മുന്നോട്ട് പോകാനുള്ള ഒരു ലക്ഷ്യം നമുക്ക് കിട്ടും. അതിൻ്റെ പർപ്പസ് നമ്മൾ അറിയണം. രണ്ടാമത്തേത്, വാട്ട് വിൽ ബി ദ റിസൾട്ട്? അതിൻ്റെ ഔട്ട്കം എന്താണ്? അതിൻ്റെ റിസൾട്ട് എന്താണ്? ഇത് ഞാൻ ചെയ്തത് കൊണ്ട്, ഈ ഒരു പ്രോജക്റ്റ് ഞാൻ ചെയ്തത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? ഈ ഒരു കാര്യങ്ങൾ ചോദിക്കണം. അടുത്തത്, വിൽ ഇറ്റ് ബി സക്സസ്ഫുൾ? അതിൻ്റെ പ്രോബബിലിറ്റിയാണ്, പ്രോബബിലിറ്റി ഓഫ് സക്സസ്. വിജയിക്കാൻ പറ്റുമോ എന്നുള്ള ആ സാധ്യത, വിജയ സാധ്യത. അപ്പം നമുക്കറിയാം, ഒരു സ്റ്റേഷനറി ഷോപ്പ് നമുക്ക് അടുത്തുണ്ട് എങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വീണ്ടും ഒരു സ്റ്റേഷനറി ഷോപ്പ് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും സ്റ്റേഷനറി ഐറ്റംസ് തന്നെ അവിടെ വരികയാണെങ്കിൽ അതൊരു പരാജയമായി മാറും. കാരണം അടുത്തടുത്ത കടകൾ വരുന്ന സമയത്ത് അതൊരു പരാജയമാണ്. അതേസമയം ആ സ്ഥലത്ത് തന്നെ മറ്റെന്തെങ്കിലും വരികയാണ് എങ്കിൽ ദർ വിൽ ബി ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ്, വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ കോമ്പറ്റീഷൻ നടക്കാമെന്നല്ലാതെ വിജയം ഉണ്ടാവില്ല. അതേസമയം ഹോട്ടലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നതെങ്കിൽ അവിടെ വിജയ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾ, ഒന്നാമത്തേത് പേർപ്പസ് ആണ്, രണ്ടാമത്തേത് ഔട്ട്കം, മൂന്നാമത്തേത് പ്രോബബിലിറ്റി. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതിന് 3നും നമുക്ക് ഉത്തരം കിട്ടുകയാണ് എങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് നമുക്ക് വലുതാകും അല്ലെങ്കിൽ അത് സക്സസ് ആക്കി മാറ്റാൻ സാധിക്കും. പിന്നീട് അദ്ദേഹം പറയുന്നു, ബിഫോർ ഇൻവെസ്റ്റിംഗ് ടൈം, മണി ആൻഡ് എഫേർട്ട് വി ഹാവ് ടു ഫോളോ സം റൂൾസ്, അല്ലെങ്കിൽ വി ഹാവ് ടു കീപ് സം പോയിന്റ്സ് ഇൻ മൈൻഡ്. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചേക്കണം. അതായത് നമ്മളുടെ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സമയം, അതേപോലെ നമ്മളുടെ പൈസ, നമ്മളുടെ എഫേർട്ട്, ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ ആ ഒരു കാര്യത്തിലേക്ക് തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ, എ പേഴ്സൺ ഷുഡ് നോട്ട് ബി ടു ഓണസ്റ്റ്. ഒരിക്കലും അധികം സത്യസന്ധനാകാൻ പാടില്ല. കാരണം സ്ട്രെയിറ്റ് ട്രീസ് ആർ കട്ട് ഫസ്റ്റ്. നേരെയുള്ള മരങ്ങളാണ് ആദ്യം മുറിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരിക്കലും വളരെ സത്യസന്ധനാകാൻ പാടില്ല. സത്യസന്ധത വേണം, വേണ്ടെന്നല്ല, പക്ഷേ എല്ലാം തത്ത പറയുന്നത് പോലെ പറയുന്ന ഒരു സ്വഭാവം പാടില്ല. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, നെവർ ഷെയർ യുവർ സീക്രറ്റ്സ് ടു എനി വൺ. നമ്മളുടെ രഹസ്യങ്ങൾ നമ്മൾ ഉറ്റ ചങ്ങാതിയോട് പറയണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് അത് തിരിച്ച് പാരയായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴിയുന്നതും നമ്മളുടെ രഹസ്യങ്ങളാക്കി തന്നെ വെക്കുക. ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അധികം ഷെയർ ചെയ്യാൻ പോകണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് അദ്ദേഹം പറയുന്നു, എ കരിസ്മാറ്റിക് ലീഡർ ഷുഡ് പോസസ് എനർജി ആൻഡ് ഹി മസ്റ്റ് ബി എ പെർസുവേസർ ആൻഡ് നെഗോഷിയേറ്റർ. അദ്ദേഹം പറയുന്നത്, ഒരു ലീഡർ എപ്പോഴും എനർജി ഉള്ള ആളായിരിക്കണം. അല്ലാതെ അയ്യോ ഒത്തോന്ന് വിളിക്കുന്ന പോലെയുള്ള ഒരു ലീഡറാണ് ഉള്ളതെങ്കിൽ അവരുടെ ബാക്കിയുള്ള തൊഴിലാളികൾ അതിനേക്കാളും വലിയ ക്ഷീണത്തിലായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് ഒരു ലീഡർ എപ്പോഴും എനർജറ്റിക് ആയിരിക്കണം. അതേപോലെ തന്നെ നല്ല പ്ലാനിങ് ഉള്ള വ്യക്തിയായിരിക്കണം. ഡൈവേർജന്റ് തിങ്കിങ്, പല തരത്തിൽ ചിന്തിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം ലീഡർ. നെക്സ്റ്റ്, ഇഫ് ദ കിങ് ഓർ ലീഡർ ഈസ് കമ്പാഷനേറ്റ് ടുവേർഡ്സ് ഈവിൾ, ദ ഗുഡ് വിൽ സഫർ. ഇനി ഈ തലപ്പത്തിരിക്കുന്ന ആൾ തിന്മയ്ക്ക് വശംവദനാകുകയാണ് എങ്കിൽ, അതായത് ഒന്ന് ചരിഞ്ഞ് ഉള്ള ആളാണെങ്കിൽ, ബയാസുള്ള ആളാണ് എങ്കിൽ, എന്തിനോടെങ്കിലും ഒരു ചായ്വുള്ള ആളാ അല്ലെങ്കിൽ ആരോടെങ്കിലും പാർഷ്യാലിറ്റി കാണിക്കുന്ന അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ പണത്തിനോട് ആർത്തിയുള്ള അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് എങ്കിൽ അവിടെ സത്യസന്ധനായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. പിന്നീട് അദ്ദേഹം പറയുന്നു, ഡോണ്ട് ഫിയർ ഫെയിലിയർ. പരാജയം ഉണ്ടാകാം, പക്ഷേ പരാജയപ്പെടുമോ അല്ലെങ്കിൽ പരാജയം സംഭവിക്കുമോ എന്ന് പേടിച്ചിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് പരാജയം സംഭവിക്കും. അതുകൊണ്ട് ആ ഒരു പരാജയ ഭീതി ഇല്ലാതെ എന്തും നേരിടാനുള്ള ഒരു കരുത്തുള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു കരുത്തുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തിനും പുറപ്പെടാൻ പാടുള്ളൂ. ദെൻ എഡ്യൂക്കേഷൻ ഈസ് ദി ബെസ്റ്റ് ഫ്രണ്ട്. നമുക്കെപ്പോഴും നമ്മുടെ കൂട്ടിലുണ്ടാകുന്നത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല, വിദ്യാഭ്യാസം ഉണ്ട് എങ്കിൽ നമുക്ക് എവിടെ ചെന്നാലും വിജയം കൈവരിക്കാൻ സാധിക്കും. ദെൻ
എ മാൻ ഈസ് ഗ്രേറ്റ് ബൈ ഹിസ് ഡീഡ്സ് നോട്ട് ബൈ ബർത്ത്. ജന്മത്തിലൂടെയല്ല, അല്ലെങ്കിൽ ജനനത്തിലൂടെയല്ല, അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിൽ ജനിച്ചു എന്ന് പറയുന്നത് കൊണ്ടല്ല ഫേമസ് ആകുന്നത്. മറിച്ച് നല്ല കുടുംബത്തിൽ ജനിച്ചാലും അവൻ്റെ പ്രവൃത്തികൾ മോശമാണെങ്കിൽ അവനെ മോശക്കാരനായിട്ട് തന്നെയാണ് കണക്കാക്കുക. അതുകൊണ്ട് നല്ല പ്രവൃത്തിയിലൂടെയാണ് ആളുകളെ നമ്മൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ആളായിരിക്കണം ലീഡർ. ദെൻ വൺ മസ്റ്റ് റൺ ആഫ്റ്റർ ലക്ഷറി ഷുഡ് നോട്ട് ബി സക്സസ്ഫുൾ. ഒരു വ്യക്തി ലക്ഷറിയുടെ പുറകെ പോകുന്ന ഒരാൾ, അതായത് ആഡംബര സുഖങ്ങളുടെ പുറകെ പോകുന്ന ഒരാൾക്ക് ഒരിക്കലും ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കില്ല. കാരണം അയാൾക്ക് എപ്പോഴും ആർത്തിയായിരിക്കും. ആ ജീവിത വിജയത്തിന് വേണ്ടി പോകുന്നതിനേക്കാളും അയാളുടെ ലക്ഷ്യം ആഡംബര ജീവിതമാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകില്ല. ഭയങ്കര ആഡംബരത്തിൽ ഇനിയും ഈ സുഖം പോരാ, പിന്നെയും സുഖം വേണമെന്നുള്ള ആ ലക്ഷറിയുടെ പിന്നാലെ പോയിട്ട് ഒരിക്കലും അയാൾക്ക് തൃപ്തി ഉണ്ടാകില്ല. ആ തൃപ്തി ഇല്ലാത്തിടത്തോളം കാലം ജീവിത വിജയം നേടിയെടുക്കാൻ സാധിക്കില്ല. പിന്നീട് പറയുന്നത് ഇൻ്റലക്ച്വൽ സ്ട്രാറ്റജി ഈസ് അൺസ്റ്റോപ്പബിൾ. ഈ ഒരു പ്രവൃത്തിക്ക് ഇറങ്ങുന്ന സമയത്ത് വി ഷുഡ് ഹാവ് ഇൻ്റലക്ച്വൽ സ്ട്രാറ്റജി. ബൗദ്ധികമായിട്ടുള്ള തന്ത്രങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് പല വിധത്തിൽ ചിന്തിക്കാൻ. അതാണ് ഒരു കാര്യത്തെ തന്നെ 10 രീതിയിലേക്ക് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അതിൻ്റെ വരും വരായികകൾ 10 രീതിയിൽ ചിന്തിക്കാൻ കഴിഞ്ഞാൽ അവിടെ നമുക്ക് വിജയം ഉണ്ടാകുമെന്നാണ് ചാണക്യൻ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ.